നിങ്ങൾ മനോരമ കലണ്ടർ, മാതൃഭൂമി കലണ്ടർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ഫിനാൻസിൽ ഒരു പുതിയ ടൈപ്പ് ഓഫ് കലണ്ടറിനെ പറ്റി പഠിക്കാം. 2026 12 മാസങ്ങൾ, ജനുവരി മുതൽ ഡിസംബർ വരെ. ഓരോ മാസം ഒരു സ്പെസിഫിക് ഫിനാൻഷ്യൽ ഗോൾ. ജനുവരി മന്തിൽ നിങ്ങൾ പുതിയൊരു ഇൻകം സോഴ്സിന്റെ പുറകെ തേടിപ്പോവുക. നിങ്ങൾ ജോലിയാണ് ചെയ്യണമെങ്കിൽ പുതിയ ഇൻകം സോഴ്സ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക. അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് ഒരു പുതിയ ഇൻകം സോഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫെബ്രുവരി മന്തിൽ നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക. സേവിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 6 മാസത്തെ ഇൻകം എങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റണം. മാർച്ച് മന്തിൽ നമുക്ക് ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി വറി ചെയ്യാം. നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 30% നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഈ പൈസ നമുക്ക് നേരത്തെ മാറ്റിവെക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മാർച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഏപ്രിൽ മന്തിലാണല്ലോ സാധാരണ നമ്മുടെ സാലറി ഇൻക്രിമെന്റ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈമും ഏപ്രിൽ തന്നെയാണ്. മെയ് മന്തിൽ നിങ്ങളുടെ സ്പെൻഡിങ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ വരുമാനത്തിന്റെ 50% നിങ്ങൾ എക്സ്പെൻസും ലോണും എല്ലാം കൂടി ചേർത്ത് വരേണ്ടത്. ജൂൺ മന്തിൽ നിങ്ങളുടെ പേഴ്സണൽ അപ്ഗ്രേഡിന് വേണ്ടി ശ്രമിക്കുക. ജൂൺ മാസത്തിലാണല്ലോ സ്കൂളും കോളേജുകളും ഒക്കെ തുറക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളും ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ കണ്ടുപിടിക്കുക, ചെയ്യുക. ജൂലൈ മാസത്തിൽ നിങ്ങൾ ഇൻഷുറൻസിന്റെ പുറകെ പോവുക. അതായത് ഹെൽത്ത്, ലൈഫ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ് കമ്പൽസറി ആയിട്ട് എടുത്തിട്ടുണ്ടാവണം. ഓഗസ്റ്റ് മന്തിൽ നമ്മുടെ ലോണുകളും EMI-കളും ഫോർക്ലോസ് ചെയ്ത് അതിന്റെ ടെന്യൂർ കുറയ്ക്കാൻ നോക്കുക. സെപ്റ്റംബറിൽ നിങ്ങൾ പുതിയ വെക്കേഷന് വേണ്ടി പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടി ഫണ്ട് മാറ്റി വെക്കുക. ഒക്ടോബറിൽ നിങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റ്സ് വാങ്ങിക്കാൻ ശ്രമിക്കുക. നവംബർ മാസത്തിൽ നിങ്ങൾ ആ വർഷം ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് വിലയിരുത്തുക. നമ്മൾ അതിനെ അസറ്റ് റീബാലൻസിംഗ് എന്നും പറയും. ആൻഡ് ഫൈനലി ഡിസംബറിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനിംഗ് ആണ്. റിട്ടയർമെന്റ് പ്ലാനിംഗ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഡിസംബറിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കിട്ടാൻ ഇന്ന് തന്നെ എന്നെ DM ചെയ്യുക. ബാലചന്ദ്രൻ വിശ്വറാം, യുവർ വെൽത്ത് മാനേജർ.